RobMyShowയുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് കൊച്ചിയിലാണുള്ളത്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ഇന്നത്തെ വണ്ടി ഏതാണെന്നുള്ളത്? ഇതാണ് അതിൻ്റെ കീ എന്ന് പറയുന്നത്. ഈ ഒരു കീ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ വണ്ടി ഏതാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ആ വാഹനത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വരാം. ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കാനായിട്ട് കഴിവുള്ള ഒരു കമ്മോഡിറ്റിയാണ് ഫ്യൂവൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പെട്രോളും ഡീസലും. കഴിഞ്ഞ ഏറെ നാളുകളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഓരോ ദിവസവും പെട്രോളിനും ഡീസലിനും പൈസ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിലവിൽ 104 രൂപയാണ്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഏകദേശം 68 രൂപയോളം മാത്രമുണ്ടായിരുന്ന ഈ ഒരു കമ്മോഡിറ്റി ഓരോ ദിവസവും ചെല്ലുന്തോറും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നത് പോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ ബഡ്ജറ്റിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ഒരു യാത്രാ ചിലവെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോ ദിവസം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ വീട്ടിലെ ബഡ്ജറ്റ് ഒരുപാട് താളം തെറ്റുന്ന ഒരു രീതിയിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പല ട്രാവൽ മെത്തേഡുകളും നമ്മൾ നോക്കി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ധാരാളം ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്യാറുണ്ട്, നമ്മൾ അന്വേഷിക്കാറുണ്ട്. അങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ബഡ്ജറ്റിന് ഇണങ്ങുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ബഡ്ജറ്റിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു വാഹനമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന വാഹനം എന്ന് പറയുന്നത് TVSൻ്റെ iQube ഇലക്ട്രിക് സ്കൂട്ടറാണ്. 2008 TVS ആദ്യമായിട്ട് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ, TVS ടീൻസ് ഇലക്ട്രിക്സ് എന്നാണ് അതിൻ്റെ ഒരു പേരെന്ന് പറയുന്നത്. അത് ഇപ്പം ഡിസ്കണ്ടിന്യൂ ചെയ്തു പോയി. അപ്പം ഏകദേശം 2008 മുതലേ ഇലക്ട്രിക് എന്ന് പറയുന്ന ഒരു യുഗത്തിലേക്ക് വാഹനങ്ങൾ മാറുന്നതിനെക്കുറിച്ച് TVSും ചിന്തിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ധാരാളം ഇലക്ട്രിക് സ്കൂട്ടർ മോഡലുകൾ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഒരുപാട് ചൈനീസ് കമ്പനികൾ അല്ലെങ്കിൽ അവരുടെ വാഹനങ്ങൾ പല ബ്രാൻഡിങ്ങിൽ ഇവിടെ നിരത്തിലേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മളെപ്പോഴും വില കൊടുക്കുന്ന ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിളിനാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ TVS ഈ ഒരു ഇലക്ട്രിക് വാഹനം കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ നമ്മളെപ്പോലുള്ളവർക്ക് ഒരുപാട് ആശാകരമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളെല്ലാവരും ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അതിൻ്റെ കമ്പനിയെക്കുറിച്ച് നോക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നല്ലൊരു കമ്പനി അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ബാറ്ററി അതുപോലെ തന്നെ മോട്ടറിനുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന് കറക്റ്റായിട്ടുള്ള സർവീസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു പ്രശ്നം നമ്മൾ എപ്പോഴും അലട്ടാറുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ TVS അവതരിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ വാഹനമായിട്ടുള്ള iQube എപ്പോഴും നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന ഒരു വാഹനമാണ്. കാരണം TVS പോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിൽക്കുന്ന ഒരു കമ്പനി നമുക്ക് ഓൾറെഡി അറിയാം. TVSൻ്റെ സക്സസ് ആയിട്ടുള്ള ഒരുപാട് മോഡൽസ് ഓൾറെഡി നമ്മൾ നിരത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങൾ കൊമേഴ്ഷ്യൽ സെഗ്മെൻറ്റിലായാലും പാസഞ്ചർ സെഗ്മെൻറ്റിലായാലും അവരവരുടെ കരുത്ത് തെളിയിച്ചവരാണ്. അപ്പോൾ അവരുടെ ശ്രേണിയിൽ നിന്ന് ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങുമ്പോൾ അതിന് ഒരുപാട് പ്രത്യേകത ഉണ്ടെന്നുള്ളത് തന്നെയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് TVSൻ്റെ iQubeൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. TVSൻ്റെ iQubeനെ നമുക്കൊന്ന് അടുത്ത് പരിചയപ്പെടാം. പ്രത്യേകിച്ച് നമ്മൾ വാഹനത്തിൻ്റെ ഒരു ലുക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് TVSൻ്റെ iQube എന്ന് പറയുന്നത്. കാരണം ഇലക്ട്രിക് വെഹിക്കിൾസിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കാണുമ്പോൾ, പ്രത്യേകിച്ച് ഓല ഇലക്ട്രിക്കിൻ്റെ പരസ്യം വരുമ്പോൾ പോലും കാണുമ്പോൾ അതൊരു ഇലക്ട്രിക് വെഹിക്കിളാണെന്ന് നമുക്ക് തോന്നും. കാരണം അതിൻ്റെ രൂപഭംഗി അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ TVS iQubeനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ യാതൊരു വ്യത്യാസങ്ങളും ഇല്ലാതെ സാധാരണ ഒരു സ്കൂട്ടറിൻ്റെ അതേ ലുക്കിൽ തന്നെയാണ്. കാരണം ഒരു ഓക്വേർഡ് ഫീലിങ്ങോ ലുക്കോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് വാഹനത്തിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ലുക്കാണ് വാഹനത്തിനുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പുതിയ വണ്ടിക്ക് കൊടുത്തിരിക്കുന്ന ഇവിടെ തന്നെ തൊട്ട് താഴെയായിട്ട് ഒരു DRL ലൈറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ മൂൺ ലൈറ്റ് കളറിലുള്ള ഒരു DRL ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ തന്നെയായിട്ട് നമുക്ക് TVSൻ്റെ ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ട് ഫേസ് കംപ്ലീറ്റ് നിൽക്കുന്ന തരത്തിലുള്ള LED ഹെഡ് ലാമ്പുകളാണ് വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള LED ലൈറ്റ്സ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സാണ് വാഹനത്തിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ടയേഴ്സിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ 12 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് വാഹനത്തിന് വരുന്നത്. പിന്നെ എടുത്തു പറയത്തക്ക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ അലോയ് വീൽസ് വളരെ ഭംഗിയുള്ള ഒരു അലോയ് വീൽസാണ്. ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ് വാഹനത്തിന് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കുകളാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിലൊക്കെ നോക്കുമ്പോൾ വാഹനത്തിൻ്റെ ഒരു ഫ്രണ്ട് ഫേസ് വളരെ അട്രാക്റ്റീവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഫേസ് ഈ വലിയ ലൈറ്റും ഈ ഒരു ബ്ലാക്കിൻ്റെ വൈറ്റിലെ കോമ്പിനേഷൻസും ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എടുത്ത് പറയാവുന്ന ഒരു കാര്യമാണ്. അതേപോലെ ഈ വശത്ത് നമുക്കൊരു സ്റ്റിക്കറിംഗ് ഉണ്ട്. സ്മാർട്ട് കണക്റ്റ് എന്നുള്ള ഒരു ടെക്നോളജി ഉള്ളൊരു വാഹനമാണ്. എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു eSIM ഉണ്ട്. ക്ലൗഡ് കണക്ടിവിറ്റി ഉള്ളൊരു വാഹനമാണ്. നമ്മൾക്കിപ്പോൾ അറിയാം, ഒരുപാട് വാഹനങ്ങളിൽ ഇപ്പോൾ ക്ലൗഡ് കണക്ടിവിറ്റി വരുന്നുണ്ട്. അപ്പോൾ TVSൻ്റെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് സ്മാർട്ട് കണക്റ്റ് എന്നുള്ളതാണ്. നമുക്കൊരു മൊബൈൽ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് വാഹനമായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ കണക്ട് ചെയ്യും.
വാഹനത്തിന് ഒരുപാട് ഫീച്ചേഴ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ള ഫെസിലിറ്റി ഈ സ്മാർട്ട് കണക്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വാഹനത്തിനകത്തൊരു സിം ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. വാഹനത്തിനെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ജിയോ ഫെൻസ് അതുപോലുള്ള കുറേ ട്രാക്കിംഗ് ഫെസിലിറ്റീസ്, വാഹനത്തിൻ്റെ ഹെൽത്തി റിപ്പോർട്ടുകൾ, വാഹനത്തിൻ്റെ ബാറ്ററി അതുപോലുള്ള ഡിസ്ചാർജിങ് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ആപ്പിലേക്ക് വരുന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പം എത്തരത്തിൽ നോക്കിയാലും ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി വാഹനമാണ് TVSൻ്റെ ഈ ഒരു iQube എന്ന് പറയുന്നത്. വാഹനത്തിൻ്റെ സൈഡിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ കുറച്ച് പ്രത്യേകതകൾ മനസ്സിലാകും. കാരണം വെച്ചാൽ ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനം ഒരു ഫുള്ള് ചാർജ് ചെയ്യാൻ എത്ര സമയം എടുക്കും, അത്ര സമയത്തിൽ എത്ര ദൂരം ഓടാൻ പറ്റുമെന്നൊക്കെയുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ വാഹനത്തിൻ്റെ ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രൂ മൈലേജ് എന്ന് പറയുന്നത് 75 കിലോമീറ്ററാണ് ഒരു ഫുൾ ചാർജിൽ ആകുന്നത്. അപ്പോൾ ഒരു ഫുൾ ചാർജ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 7 മണിക്കൂറാണ് ഫുൾ ചാർജിന് സമയമെടുക്കുന്നത്. അതായത് ഒരു ഓവർനൈറ്റ് കുത്തിയിട്ട് കഴിഞ്ഞാൽ വാഹനം ഫുൾ ചാർജ് എടുക്കും. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം അത്രയും നേരം കുത്തിയിട്ടാൽ മാത്രമേ ഇത് ചാർജ് ആവുള്ളൂ എന്നുള്ളതല്ല. ലിഥിയം അയൺ ബാറ്ററിയുടെ ചാർജിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം. കാരണം നമ്മുടെ മൊബൈൽ ഫോണിനാണെങ്കിലും 80-80% വരെ ചാർജ് ചെയ്യാനായിട്ട് വളരെ ഫാസ്റ്ററായിട്ട് ചാർജ് ചെയ്യും. അതിനുശേഷം 100% ചാർജ് ചെയ്യാനാണ് കൂടുതൽ സമയം എടുക്കുന്നത്. അപ്പം ഈ വാഹനത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഫുൾ ചാർജിലേക്ക് 7 മണിക്കൂർ എടുക്കുമെങ്കിൽ 80% ചാർജ് ചെയ്യാനായിട്ട് 4.5 മണിക്കൂർ മാത്രം വാഹനത്തിന് മതിയാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം 75 കിലോമീറ്റർ ഓടാനായിട്ട് എത്ര കോസ്റ്റ് വരും എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണല്ലോ. കാരണം നമ്മൾ എത്ര രൂപയ്ക്ക് ചാർജ് ചെയ്താൽ എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളതാണ്. അപ്പം ഫുൾ ചാർജിൽ 75 കിലോമീറ്റർ ഓടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫുൾ ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം ആകുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2.5 യൂണിറ്റാണ്. കാരണം മോട്ടറിൻ്റെ പവർ എന്ന് പറയുന്നത് ഏകദേശം 4.4 കിലോ വോൾട്ടാണ് വരുന്നത്. അപ്പം ഏകദേശം 2.5 യൂണിറ്റ്സ് പവറാണ് വാഹനം മൊത്തത്തിൽ നമുക്ക് ഈ പറയുന്ന 75 കിലോമീറ്റർ ചാർജ് ചെയ്ത് ഓടാനായിട്ട് നമുക്ക് ആകുന്ന ചിലവ്. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഗാർഹികമായിട്ടുള്ള ഒരു കറണ്ടിൻ്റെ ബില്ല് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7 രൂപയോളം അല്ലെങ്കിൽ 8 രൂപയോളമാണ് ഒരു യൂണിറ്റിന് വരുന്നത്. ഒരു 17 രൂപയ്ക്ക് നമ്മൾ പൈസ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 75 കിലോമീറ്റർ ഓടാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇത് വാഹനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ലിഥിയം അയൺ ബാറ്ററിയാണ്. 3 ബാറ്ററീസാണ് കൊടുത്തിരിക്കുന്നത്. 60 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി പാക്കാണ് വരുന്നത്. അതുപോലെ മോട്ടർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു ഹബ്ബ് മോട്ടറാണ്. വാഹനത്തിൻ്റെ ബാക്കിലെ ഹബ്ബിലാണ് മോട്ടർ വരുന്നത്. അതൊരു IP67 റേറ്റഡ് ആയിട്ടുള്ള മോട്ടറാണ്, വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മോട്ടറാണ്. അതിന് 4.4 കിലോ വോൾട്ടാണ്. അത്യാവശ്യം നല്ലൊരു ടോർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടറാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഇതാണ് വാഹനത്തിൻ്റെ ഒരു ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകാം. അങ്ങനെയാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ക്ലസ്റ്ററൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിന് മുമ്പായിട്ട് ഞാൻ ഇൻട്രോ വീഡിയോയിൽ ഒരു കാര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ താക്കോലിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാറിൻ്റെ താക്കോലിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു താക്കോലാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ iQubeൻ്റെ ഒരു ലോഗോ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഫ്രണ്ടിൽ ഞാൻ പറയാനായിട്ട് വിട്ടുപോയൊരു കാര്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു TVSൻ്റെ വാഹനമാണെങ്കിലും ഒരു iQubeൻ്റെ ലോഗോ ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരു Q ആണ് ഇവിടെ സിമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഈ താക്കോലിലും അതേ Q സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി വാഹനത്തിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരാം. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു 5 ഇഞ്ചുള്ള ഒരു TFT ഡിസ്പ്ലേ ആണ് വാഹനത്തിനായിട്ട് വരുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം. അതിനകത്ത് കുറച്ച് റീഡിങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാറ്ററിയുടെ പെർസെൻറ്റേജ് ആണ് 74% ബാറ്ററി കാണിക്കുന്നത്. ഇപ്പം നിലവിൽ 74% ബാറ്ററി വെച്ച് ഏകദേശം 55 കിലോമീറ്റർ ഓടാൻ പറ്റുമെന്നുള്ള റേഞ്ച് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വാഹനത്തിൻ്റെ ഈ ഒരു TFT ഡിസ്പ്ലേയുടെ സൈഡിലായിട്ട് തന്നെ കുറച്ച് ഇൻഡിക്കേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ, അതുപോലെ തന്നെ ബാറ്ററിയുടെ ചാർജിങ്, അതുപോലെ നമുക്ക് ഈ വാഹനത്തിനൊരു വേറൊരു പ്രത്യേകതയുണ്ട്. പാർക്കിന് അസിസ്റ്റ് ചെയ്യുന്ന ഒരു സ്മാർട്ട് പാർക്ക് അസിസ്റ്റ് ഉണ്ട് വാഹനത്തിന്. അത് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് സാധാരണ ഇത് ഇച്ചിരി TVSനെ സംബന്ധിച്ച് അല്ലെങ്കിൽ iQubeനകത്ത് കുറച്ചും കൂടെ ഒരു പുതിയ രീതിയിൽ അവർ അവതരിപ്പിച്ചതേ ഉള്ളൂ. കാരണം ഇലക്ട്രിക് വാഹനങ്ങൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വാഹനം നമുക്ക് റിവേഴ്സിലേക്കും ഫ്രണ്ടിലേക്കും നമുക്ക് ഒരുപോലെ ഓടിക്കാൻ പറ്റും. സാധാരണ സ്കൂട്ടേഴ്സൊക്കെ നമ്മൾ 2 കാലം ഇട്ടിട്ട് നമ്മൾ തുഴഞ്ഞാണ് പുറകോട്ട് പോകുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടെ ആയാസകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് റിവേഴ്സൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ടാണെങ്കിലും ബാക്കിലോട്ടാണെങ്കിലും വളരെ പതുക്കെ വണ്ടി പോകുന്നതോട്ടാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ടാണ് നമ്മൾ പാർക്ക് അസിസ്റ്റ് ഉണ്ടെങ്കിൽ 10 കിലോമീറ്റർ മാക്സിമം വേഗതയിലേക്ക് മാത്രമേ വണ്ടി മുമ്പോട്ട് പോകുള്ളൂ. അതൊന്നുകൂടെ ഞെക്കി കഴിഞ്ഞാൽ റിവേഴ്സിലേക്ക് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആ പാർക്ക് മോഡ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മൾ വാഹനത്തിൽ കയറിയിരിക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ സ്റ്റാൻഡ് എൻഗേജ്ഡ് ആയിരിക്കുമ്പോൾ നമുക്ക് വാഹനം മൂവിങ് കണ്ടീഷനിലേക്ക് വരത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി ഫീച്ചറായിട്ട് എടുക്കുന്നത്. കാരണം ഇതിന് സൈലൻ്റ് ആണല്ലോ, വാഹനം സൂപ്പർ സൈലൻ്റ് ആണ്. ഇതിന് വേറെ വൈബ്രേഷൻസ് ഒന്നുമില്ല. അപ്പോൾ വണ്ടി ഓൺ ആയതുപോലെ അറിയുന്ന ഡിസ്പ്ലേയിൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി വാഹനം ഓണായി, ഡിസ്പ്ലേ ഓണായി നിൽക്കണം. 74% ചാർജസ് ഉണ്ട്. നമുക്ക് ഈ വാഹനം നമുക്ക്
കണ്ടോ, ഈ ഒരു മോഡ് സ്വിച്ചിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഈ വാഹനം ഓണായി വരുന്നതായിട്ട് കാണാം. 2 മോഡുകളാണ് പ്രത്യേകിച്ചുള്ളത്, എക്കോ മോഡും അതുപോലെ പവർ മോഡുമാണ്. എക്കോ മോഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്കൊരു 40 കിലോമീറ്റർ സ്പീഡ് വരെ മാക്സിമം നമുക്ക് കിട്ടും. അതേപോലെ ഈ പവർ മോഡിലേക്ക് പോകുകയാണെങ്കിൽ വാഹനം ഒരു 78 കിലോമീറ്ററാണ് ഇതിൻ്റെ ഒരു മാക്സിമം സ്പീഡായിട്ട് പറയുന്നത്. അപ്പം ഈ 2 മോഡുകൾ നമുക്ക് ഉപയോഗിക്കാം. എക്കോ മോഡാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ദൂരം റേഞ്ച് കൂടുതൽ കിട്ടും. ഞാൻ ഒന്നുകൂടെ കാണിച്ചു, ഇവിടെ 55 കിലോമീറ്ററാണ് എക്കോ മോഡിൽ കാണിക്കുന്നത്. നമ്മളൊന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പവർ മോഡിലേക്ക് മാറുമ്പോൾ 41 കിലോമീറ്റർ ആയിട്ട് അത് കുറയും. അപ്പോൾ വാഹനത്തിന് ഇരട്ടി പവറാണ് കിട്ടുന്നത്. നല്ല പവർഫുള്ളായിട്ട് വാഹനം മുമ്പോട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ വാഹനത്തിന് ഒരു ക്യൂ പാർക്ക് അസിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇവിടെ ഒരു പാർക്കിൻ്റെ ഒരു സ്വിച്ച് ഇവിടെ ഉണ്ട്. അത് നമ്മൾ കുറച്ച് നേരം നമ്മൾ പ്രസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു മെനു വരും. അപ്പം നമ്മൾ ഇപ്പോൾ ഫോർവേഡിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഒരു 10 കിലോമീറ്റർ സ്പീഡ് ഫ്രണ്ടിലേക്ക് പോകുന്നതായിരിക്കും. അതേപോലെ നമുക്ക് റിവേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്വിച്ച് ഒന്നുകൂടെ പ്രസ് ചെയ്താൽ അത് റിവേഴ്സ് എൻഗേജ് ആവും. അപ്പോൾ അതുപോലെ തന്നെ ഒരു ബീപ്പ് സൗണ്ട് വരുന്നുണ്ട്. കാരണം റിവേഴ്സ് എടുക്കാൻ പോകാമെന്നുള്ള ഒരു അല്ലെങ്കിൽ റിവേഴ്സിലാണ് എൻഗേജ്ഡായി കിടക്കുന്നത് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ബീപ്പ് സൗണ്ട് നമുക്ക് അവിടെ കേൾക്കാം. ഇവിടെ നമ്മൾ ആക്സിലേറ്റർ പതുക്കെ കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പുറകോട്ട് വരും. ഒരു 3 കിലോമീറ്റർ സ്പീഡിൽ അങ്ങനെ നമുക്ക് വാഹനം വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ മിറേഴ്സിലേക്കൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചൊരു കൺവെൻഷണലായിട്ട് ഓടായിട്ടുള്ളൊരു ഡിസൈനായിട്ട് പോയി. ജസ്റ്റ് ഒരു പിള്ളേരുടെ ചോറ്റുപാത്രം പോലെയൊക്കെ ഉള്ള ഒരു ഡിസൈനിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ചുകൂടെ ഭംഗിയുള്ള റൗണ്ടായിട്ടുള്ള ഒരു ബാക്ക് മിറേഴ്സ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോകുമായിരുന്നു. പിന്നെ എൻ്റെ സ്വിച്ചസിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ വലിയൊരു ഹസാർഡിൻ്റെ സ്വിച്ച് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വശത്ത് നമ്മൾ പാർക്കിൻ്റെ സ്വിച്ച് കണ്ടു. അതുപോലെ ഡ്രൈവിംഗ് മോഡ്സിൻ്റെ അതുപോലെ എക്കോയും അതുപോലെ പവർ എന്ന് പറഞ്ഞ 2 മോഡ്സ് മാറ്റാനുള്ള സ്വിച്ചസൊക്കെ നമ്മൾ ഓൾറെഡി നമ്മളിത് പറഞ്ഞതാണ്. ഇപ്പുറത്തെ വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റ്സിൻ്റെ കൺട്രോളാണ്. നമുക്ക് ഡിമ്മും ബ്രൈറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഇപ്പോഴത്തെ ഇറങ്ങുന്ന വാഹനങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി ഡിം എപ്പോഴും ഓൺ ആയിരിക്കും വാഹനം. അപ്പോൾ ബ്രൈറ്റും ഇതും കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു സ്വിച്ചാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ വശത്തായിട്ട് നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. തൊട്ട് താഴെയായിട്ട് വാഹനത്തിൻ്റെ ഹോൺ കാണാം. നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ഹോണാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സൈസുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരു ഗ്യാസ് കുറ്റി കയറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെച്ച് നോക്കേണ്ടിയിരിക്കുന്നു. എന്നാലും നമുക്ക് ഒരു നല്ലൊരു ലെഗ് സ്പേസ് വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഒരു ക്ലാമ്പ്, നമുക്കൊരു ചെറിയതായിട്ട് എന്തെങ്കിലും 1-2 കിലോ 2 കിലോ പറ്റില്ലായിരിക്കും, 1 കിലോ ഒക്കെ നമുക്ക് തൂക്കിയിടാൻ പറ്റുന്ന ഒരു ചെറിയൊരു ക്ലിപ്പ് വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇതിൻ്റെ മാറ്റിലൊക്കെ നമ്മൾ ആ ക്യൂബിൻ്റെ ഡിസൈൻ iQube ഡിസൈൻ മാറ്റിലൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഇവിടെ ഒരു ഫുഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നല്ലൊരു പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ വശത്ത് iQube ഇലക്ട്രിക് എന്ന് പറയുന്ന ഒരു ലോഗോ നമുക്ക് കാണാം. ഇപ്പുറത്തെ വശത്ത് വരുമ്പോഴും അതേപോലെ തന്നെ ഒരു ലോഗോ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പുറത്തെ വശം കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞുതരാം. പിന്നെ വാഹനത്തിൻ്റെ ബാക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു ഭാഗങ്ങളൊന്നാണ് വാഹനത്തെ കുറച്ചുകൂടെ ഒന്ന് റൗണ്ടഡ് ആയിട്ടുള്ള ഒരു നല്ല കേർവി ആയിട്ടുള്ള ഒരു ഷേപ്പാണ് വാഹനത്തിന് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ iQube ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ക്യൂ പാർക്ക് അസിസ്റ്റൻ്റ് ഒരു ലോഗോ അവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞാൽ റിവേഴ്സ് എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ്സ് തന്നെയാണ്. ലൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ കണ്ട ഹെഡ് ലൈറ്റ്സ് പോലെ തന്നെ ബാക്കിലും കർവി ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു ക്ലസ്റ്ററാണ് നമ്മൾ കാണുന്നത്. LED ലൈറ്റ്സ് ആണ് വരുന്നത്. അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് 2 വശത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ TVSൻ്റെ ലോഗോ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു റിഫ്ലക്ടർ കാണാം. പിന്നെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഈ 2 സൈഡിലും നമുക്ക് 2 റിഫ്ലക്റ്റേഴ്സ് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുറകിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി വണ്ടിയുടെ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളെ ഹബ് മോട്ടർ കാണിക്കും. ഹബ് മോട്ടർ എന്ന് പറയുമ്പോൾ ഈ വാഹനത്തിൻ്റെ വീലിന് നടുക്ക് വരുന്ന ഹബിനകത്ത് തന്നെയാണ് മോട്ടർ വരുന്നത്. ഇതൊരു ഡയറക്റ്റ് ഡ്രൈവ് മെക്കാനിസമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ പലതരത്തിലുള്ള ഡ്രൈവ് ടെറൈൻ മെക്കാനിസംസ് ഉണ്ട്. അതിനകത്ത് പ്രത്യേകിച്ചായിട്ട് നമ്മൾ പറയുന്നത് ബെൽറ്റ് ഡ്രൈവുള്ള വാഹനങ്ങളുണ്ട്. പ്രത്യേകിച്ച് എയ്തർ പോലുള്ള വാഹനങ്ങളൊക്കെ ബെൽറ്റ് ഡ്രൈവായിട്ടാണ് വരുന്നത്. ഇതൊരു ഡയറക്റ്റ് ഹബിലേക്കാണ് ഇതിൻ്റെ ഒരു കണക്ഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസ്മിഷൻ്റെ ലോസ് ഇല്ലാതെ തന്നെ വാഹനം നല്ല വേഗത്തിൽ കരുത്തറിച്ച് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 78 കിലോമീറ്ററാണ് ഇതിൻ്റെ ഒരു മാക്സിമം വേഗത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇപ്പം ഇതിൻ്റെ ഒരു ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ ബാറ്ററിയുടെ കമ്പാർട്ട്മെൻറ്റ് മിക്ക ഇലക്ട്രിക് വാഹനങ്ങളിനകത്ത് കാണുന്ന ഈ ഒരു കമ്പാർട്ട്മെൻറ്റിനകത്താണ്. കാരണം എഞ്ചിൻ പ്ലേസ് ചെയ്തിരിക്കുന്ന ഭാഗത്താണ് വരുന്നത്. അപ്പം ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മളിത് ഓപ്പൺ ചെയ്ത് കാണിക്കുക. അവിടെ നമുക്ക് ശരിക്കും ഒരു സ്റ്റോറേജ് സ്പേസാണ്. ഒരു 10 കിലോ വരെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ്. ഇതിൻ്റെ ബാറ്ററി വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിനകത്താണ് വരുന്നത്. 3 ബാറ്ററീസാണ് വരുന്നത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരാം. വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരുപാട് വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ സസ്പെൻഷനും അതേപോലെ തന്നെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള TVS ഇലക്ട്രിക് എന്നുള്ളതിൻ്റെ ഒരു ബ്ലൂ കളർ ലൈറ്റിംഗ്. അപ്പോൾ രാത്രിയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ബ്ലൂ കളർ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സസ്പെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹൈഡ്രോളിക് വിത്ത് ഹെലിക്കൽ സ്പ്രിംഗ് ആണ് സസ്പെൻഷനായിട്ട് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സൈഡിലെ കാഴ്ച എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്കൊന്ന് ആക്സസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഹെൽമെറ്റൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. ഏകദേശം 10 കിലോയോളം ഉള്ള വെയിറ്റ് നമുക്ക് ഇതിനകത്ത് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും.
ഈ ഒരു വശത്തായിട്ട് ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജർ കാണാം. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഇവിടെ കീ ഇടാൻ പറ്റുന്ന ഒരു പൊസിഷനായിട്ടുള്ള ഒരു കീ ഹോൾ കാണാം. ശരിക്കും പറഞ്ഞാൽ ബാറ്ററിയുടെ കമ്പാർട്ട്മെൻറ്റ് ആക്സസ് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. കാരണം അത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ അഴിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ബാറ്ററി കാണിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ലുക്ക്പരമായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ പുറമേയുള്ളതും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഒരു വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ TVS iQube ഒരു ഡ്രൈവ് കഴിഞ്ഞിട്ട് വരികയാണ്. ഞാൻ കുറച്ചേറെ നേരം വാഹനം ഓടിച്ചു നോക്കി. വളരെ നല്ല ഒരു പെർഫോമൻസ് ആണ് വാഹനം കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹനമായതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ഒരു വൈബ്രേഷനോ അങ്ങനത്തുള്ള ഒരു സംവിധാനമല്ല. വാഹനം ഓണായെന്ന് അറിയണമെങ്കിൽ തന്നെ ഡിസ്പ്ലേ നമ്മൾ ഓണായിരിക്കുന്നത് കണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. വളരെ സ്മൂത്തറായിട്ടുള്ള ഡ്രൈവാണ്. 2 മോഡിലാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത്. എക്കോ മോഡിലും അതേപോലെ പവർ മോഡിലും. ഈ 2 മോഡുകൾ ഉപയോഗിച്ച് നോക്കി. അത്യാവശ്യം 2 മോഡുകളും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ നല്ല മികച്ച ഒരു സസ്പെൻഷൻ തന്നെയാണ്. നല്ല മികച്ച ബ്രേക്കിംഗ് ആണ്. ബ്രേക്കിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിലൊരു റീജനറേറ്റീവ് ബ്രേക്കിംഗ് ടെക്നോളജി ഉണ്ട്. നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കൈ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാറ്ററിയിലേക്ക് റിട്ടേൺ ആയിട്ട് കറണ്ട് ചാർജ് കയറുന്നത് പോലുള്ളൊരു സംവിധാനമാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ലോങ് റൈഡ്സിനൊക്കെ ഈസി ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ്. പ്രത്യേകിച്ച് വാഹനത്തിൻ്റെ ഒരു ഡ്രൈവബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിൽ ഓടിക്കുന്ന ഒരു സുഖം എന്ന് പറയുന്നത് വളരെ മികച്ച സുഖം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വാഹനം നമുക്കിപ്പം നിലവിൽ കൊച്ചിയിൽ മാത്രമാണ് ഈ വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കൊച്ചിൻ മോട്ടോഴ്സിലാണ് ഈ വാഹനം നമുക്ക് ഓടിക്കാൻ. TVSൻ്റെ കൊച്ചിൻ മോട്ടോഴ്സിലാണ് നമുക്ക് ഈ വാഹനം നമുക്ക് ഡ്രൈവിന് തന്നിരിക്കുന്നത്. അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓൺലൈൻ വഴി മാത്രമാണ് ഈ വാഹനം ബുക്കിംഗ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിന് 1,24,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ അത് മാത്രം കൊണ്ട് നമുക്ക് ഈ വാഹനം വീട്ടിലേക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാഹനം 2 ദിവസം കഴിഞ്ഞ് ഓടിക്കാൻ പറ്റാതെ വരും. കാരണം വെച്ചാൽ ചാർജർ നമ്മൾ എക്സ്ട്രാ പർച്ചേസ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം 3 ടൈപ്പുള്ള ചാർജേഴ്സാണ് വാഹനത്തിനായിട്ട് വരുന്നത്. ഒന്ന് നമുക്ക് കൊണ്ടു നടക്കാവുന്ന പാകത്തിലുള്ള ഒരു ചാർജറുണ്ട്. പിന്നെ ഒരു കേബിൾ ടൈപ്പ് ചാർജറുണ്ട്. അപ്പം കേബിൾ ടൈപ്പ് ചാർജർ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്റ്റായിട്ട് നമുക്ക് ഏതെങ്കിലും പ്ലഗ് പോയിന്റിൽ നിന്ന് നമുക്ക് വാഹനം നേരിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. 5 ആംസിൻ്റെ ഏതെങ്കിലും പ്ലഗ് പോയിന്റിൽ നിന്ന് ചാർജ് ചെയ്യാൻ പറ്റുന്ന സംവിധാനമുണ്ട്. ഞാൻ പറഞ്ഞ ആദ്യത്തെ ടൈപ്പ് ചാർജർ എന്ന് പറയുന്നത് അത് കുറച്ചും കൂടെ റെഗുലറൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫ്ലക്ച്വേഷൻസ് ഒക്കെ അതിന് പ്രശ്നമല്ല. രണ്ടാമത്തെ കേബിൾ എന്ന് പറയുന്നത് നമ്മൾ താൽക്കാലികമായിട്ടുള്ളൊരു ചെറിയൊരു സെറ്റപ്പായിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. മൂന്നാമതായിട്ട് ഇതിനൊരു ചാർജിങ് ഒരു മെത്തേഡ് ഉണ്ടെന്ന് പറയുന്നത് ഒരു സ്മാർട്ട് ചാർജിങ് മെത്തേഡാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു വണ്ടിക്ക് വേണ്ടിയല്ല, മൾട്ടിപ്പിൾ ആയിട്ട് ഒരു ഫ്ലാറ്റിലേക്കോ അല്ല അപ്പാർട്ട്മെൻറ്റിലേക്കോ നമുക്ക് അതിൻ്റെ ബേസിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജിങ് സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ചാർജിങ് സിസ്റ്റത്തിലേക്ക് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഓരോ കാർഡ് വെച്ചിട്ടാണ് നമ്മളത് ചാർജ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ പലരും വന്ന് ചാർജ് ചെയ്യുന്നതുകൊണ്ട് ഓരോരുത്തരുടെ കൺസപ്ഷൻ അറിയാൻ വേണ്ടി ഒരു സ്മാർട്ട് ചാർജിങ് സിസ്റ്റം ഒക്കെ വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഒരു ഫ്ലാറ്റിന് ഘടിപ്പിക്കുന്നതിന് എല്ലാവരും കൊണ്ട് ഷെയർ ഇട്ടാണെങ്കിൽ നമുക്ക് ഒരു ചാർജിങ് യൂണിറ്റ് എടുക്കാം. 12,000 രൂപയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ വാഹനത്തിൻ്റെ വിലയുടെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും 5,000-ൻ്റെ ആ കേബിളോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാപ്ടോപ്പിൻ്റെ ചാർജർ പോലിരിക്കുന്ന ഒരു ചാർജറോ അല്ലെങ്കിൽ നമുക്ക് ബേസിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 12,000-ൻ്റെ ഒരു ചാർജർ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ കൂടെ വേണ്ടി വരും. അടുത്തായിട്ട് വാഹനത്തിൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസിന് പൊതുവേ മെയിൻ്റനൻസ് വളരെ കുറവാണ്. കാരണം പ്രത്യേകിച്ച് എഞ്ചിനൊന്നും ഇല്ലാത്തതുകൊണ്ട് മൂവിങ് പാർട്സ് വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ളൊരു ബ്രാൻഡ് പുതുതായിട്ടൊരു ഇലക്ട്രിക് വാഹനം നമ്മൾ നിരത്തിലേക്ക് ഇറക്കുമ്പം എല്ലാവർക്കും അതിൻ്റെ ഒരു മോട്ടറിൻ്റെ വാറൻറ്റിയെക്കുറിച്ചും ബാറ്ററിയുടെ വാറൻറ്റിയെക്കുറിച്ചൊക്കെ നമുക്കൊരു അകലതയുണ്ട്. TVS iQube നൽകുന്നത് 3 വർഷത്തെ ഒരു വാറൻറ്റിയാണ്. അല്ലെങ്കിൽ ആദ്യത്തെ 50,000 കിലോമീറ്റർ ഇതിലേതെങ്കിലും ആദ്യമാകുന്ന ഏതാണോ അതാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം നിലവിൽ നമ്മളൊരു ഇപ്പോഴത്തെ ഒരു വാഹനത്തിൻ്റെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ രീതി വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ വളരെ മികച്ച വിജയം നേടാനായിട്ട് കഴിവുള്ള അല്ലെങ്കിൽ വിജയം നേടാൻ പോകുന്ന ഒരു വാഹനമാണ് TVSൻ്റെ iQube എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം ലുക്ക് കൊണ്ടും ഫീച്ചർ വൈസും ഒക്കെ റിച്ചാണ് വാഹനം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പെട്രോൾ 2 വീലർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇലക്ട്രിക് 2 വീലറും കൂടെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഫാമിലിയുടെ ബഡ്ജറ്റിനെ ഒരുപാട് സേവ് ചെയ്യും. വെറും 17 രൂപയ്ക്ക് ഏകദേശം 75 കിലോമീറ്ററോളം ഓടാൻ പറ്റുന്ന കരുത്തനായിട്ടുള്ള 78 കിലോമീറ്റർ വേഗതയിൽ അത് 4.5 സെക്കൻഡ് കൊണ്ട് തന്നെ ഏകദേശം 60 കിലോമീറ്റർ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കൂട്ടറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ധാരാളം വീഡിയോകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഇതുവരെ RobMyShow എന്ന് പറഞ്ഞ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെയായിട്ട് ബെൽ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് റോബിൻ സൈനിങ് ഫ്രം RobMyShow.